സോഷ്യൽ മീഡിയയിലെ മെയിൻ ട്രോളിന്റെ ഇര നമ്മുടെ നടൻ ജയറാമാണ്. നീ എന്താടാ ജോമോനെ ഇങ്ങനെ ആയി പോയേ? கடைசி ஷாட்ல இப்படி இருக்கணும். கடைசியில இந்த ஒரு ஆள் மட்டும் இருக்க மாட்டேன். ഗോപി മമ്മൂക്ക എല്ലാവരും നടന്നു വരുന്ന ആ ഒരു സീനിനകത്ത് ജയറാം ഇല്ല. അതിന്റെ കാരണത്തെ പറ്റിയാണ് പറഞ്ഞത്. ഞാൻ ഈ പറഞ്ഞ ഡയലോഗ് ആർഭാടായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. என்னோட போர்ஷன் ஃபைட் எல்லாம் முடிஞ்சிருச்சு. சரி, கடைசியில இந்த 5 பேரும் சேர்ந்து நடந்து வரத ஒரு ஷாட் மட்டும் எடுக்கணும். அது எப்படினாலும் இந்த ஃபைட் எல்லாம் முடிஞ்சு எப்படி வரது பார்த்து தான் எடுக்க முடியும். இன்னும் 2 days இருக்கு சொன்னாங்க. கரெக்டா தீபாவளி டைம் எங்க வீட்டுல சார் தீபாவளி வீட்டுக்கு போனோம், சென்னை போனோம். ജയറാം തമിഴ്നാട്ടിൽ കൊണ്ടുപോയി കൊടുത്ത ഇന്റർവ്യൂവും നമ്മൾ മലയാളത്തിൽ തന്ന ഒരു ഇന്റർവ്യൂവും തമ്മിലുള്ള ഒരു പൊരുത്തക്കേട്. അവിടെ വേറെ കഥ, ഇവിടെ വേറെ കഥ. നീ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണുന്നത് നല്ലതാ. இல்ல உனக்கு தீபாவளி பெருசா, கடைசியில எல்லாரும் 5 பேர் நடந்து வருது பெருசா? ഇതിൽ എന്താ ഇത്ര ആലോചിക്കാൻ? എടാ സ്പോട്ടിൽ തന്നെ ആളോട് പറയണ്ടേ ഐ ആം റെഡി. சார் எனக்கு தீபாவளி தான் முக்கியம் அப்படின்னா போனேன். ரொம்ப ரிஸ்க், நான் பண்ண மாட்டேன். அப்புறம் எதுக்குடா காசு வாங்குற? எல்லாரும் அதுதான் பாப்பாங்க. 5 பேர் சேர்ந்து நடந்து வரது மிஸ் பண்ணிட்டு எதுக்கு தீபாவளிக்கு வீட்டுக்கு போகணும்னு நினைப்பாங்க. നല്ലവരായിട്ട് ജീവിക്കാനല്ല ദൈവം നമ്മളെ ഇങ്ങോട്ട് അയച്ചത്. അതിന് വേറെ ആൾക്കാരുണ്ട്. നന്നാവാൻ നോക്കുമ്പോഴാ നമുക്ക് കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാവും. நான் பார்த்து எனக்கு தீபாவளி வீட்டுக்கு போறது பெஸ்ட். எனக்கு 5 பேர் நடந்து வேண்டாம் சார். 20 പടത്തിൽ വന്ന് ക്ലൈമാക്സിൽ വന്ന് സുരേഷ് ഗോപി, ലാലേട്ടൻ എല്ലാവരോടും നടന്നു വരുന്ന ഒരു സീനുണ്ട്. അപ്പൊ അതിൽ പക്ഷെ ജയറാമേട്ടൻ മിസ്സിംഗ് ആണ്. എവിടെയായിരുന്നു കണ്ണാ? എവിടെയൊക്കെ അന്വേഷിച്ചു? അപ്പൊ കേൾവി കേട്ടത് ജയറാമേട്ടൻ അപ്പം ശബരിമലയ്ക്ക് പോകാനുള്ള ഒരു അന്ന് ഡേറ്റ് അതാണ് ബുക്ക് ചെയ്തത്. അതുകൊണ്ട് അതിന് പോവാൻ വേണ്ടി ഇത് വിട്ടിട്ട് അത് പോയെന്നാണ്. അത് ശരിയാണോ തെറ്റാണോ? സത്യം ശരിയാണ്, ശരിയാണ്. വെറുതെ കിടന്ന് ഉരുളാദാശനെ. ആശാന്റെ കംപ്ലീറ്റ് ബയോഡാറ്റ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. കിട്ടിയല്ലേ? അപ്പോ എന്റെ സീനൊക്കെ കഴിഞ്ഞു, ആ ഫൈറ്റിന്റെ ഇതൊക്കെ കഴിഞ്ഞു. വെയിറ്റ് ചെയ്യടാ, നിങ്ങൾ 5 പേരും കൂടി നടന്നു വരുന്ന ആ ഷോട്ടും കൂടി എടുത്താലേ. മലയാളത്തെ ഇന്റർവ്യൂവിൽ ശബരിമലയിൽ പോകണം എന്ന് പറഞ്ഞ സെറ്റിൽ നിന്ന് പോയി തമിഴ്നാട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ദീപാവലിക്ക് കുടുംബത്തോടെ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പോയി. ഈ 2 ഇന്റർവ്യൂവിലും സെയിം ആള്, സെയിം കഥ, പക്ഷെ 2 എണ്ണം. ഇതാണ് ഇപ്പോഴത്തെ മെയിൻ ട്രോൾ സബ്ജക്ട്. നാളെ ഒരു തെലുങ്ക് ഇന്റർവ്യൂവിൽ ഇതേ ചോദ്യം വന്നാൽ ഉഗാദി ആഘോഷിക്കാൻ പോയതായിരുന്നു എന്നും കൂടി ഇദ്ദേഹം പറയുമോ എന്നാണ് പേടി എന്നിങ്ങനെയാണ് കമന്റുകൾ. അവന്റെ കളി നമ്മളോടാ. ആളെ